എന്തായി? ഡേ അളിയ, റീന വരുന്നുണ്ട്. സെറ്റല്ലേ? ആ സെറ്റ് സെറ്റ്. ഡേ, എന്നത്തെയും പോലെ തുപ്പലും കുടിച്ചോണ്ട് നിൽക്കരുത്. ഇല്ലടേ, നിന്റെ ഹൃദയത്തിലുള്ളത് അവളുടെ മനസ്സിലോട്ടങ്ങ് വാരി വിതറിക്കണം, കേട്ടല്ല? ഇന്നൊരു പേടിയില്ല. പുഷ്പം പോലെ ഞാൻ ഹാൻഡിൽ. നീ നോക്കോ. അത് കേട്ടാ മതി അളിയ. സെറ്റാണ്. നീ ശ്വാസം എടുത്തേ. വിട്ടേ. ഒരു കുത്തും കൊമ്പ് വിടാതെ പറഞ്ഞിരിക്കും. ആ അത് മതി. സെറ്റ്. പിന്നെ അവളോട് 2 പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരാ? പക്ഷെ കുഴപ്പമില്ല, നീ ടെൻഷൻ ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. തോണ്ടേ അവള് വരുന്നുണ്ട്. സെറ്റാണേ. മണികണ്ഠന്റെ മോൻ ആനന്ദേ, നീ രാവിലെ എന്നെ കൊണ്ട് വെറുതെ തെരുവിളിപ്പിക്കല്ലേ? പറയാൻ വിചാരിച്ചതാടാ. പിന്നെ എന്തിനടേ? പക്ഷെ റീനയെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ നെഞ്ചിനകത്ത് 4-5 ചിത്രശലഭങ്ങൾ ഒരുമിച്ച് പറക്കുന്ന ഒരു ഫീല്. നെഞ്ചിനകത്ത് എല്ലാം അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. സത്യം. ഓ, നിന്നെയൊക്കെ നാളെ പറയാം. ഒന്നുമില്ല, പട്ടിക്ക് കുറച്ച് ഇറച്ചി വാങ്ങിക്കാൻ ഇറങ്ങിയ. വാങ്ങാൻ ഇറങ്ങിയെന്ന്. ഓഹോ, ഇവിടെ അധികം കിടന്ന് കറങ്ങണ്ട. ശരി ശരി കേട്ടാ, ഇറച്ചില് മണ്ണ് പറ്റുവേ. ഈ ഏരിയ മോശമാണ് കേട്ടോ. എന്തരടേ? ഡേ, ഒരാഴ്ച കഴിഞ്ഞ സ്റ്റഡി ലീവാണ്. പലരും പല വഴിക്ക് പോവും. പിന്നെ നീ നൊസ്റ്റാൾജിയം ചോദിച്ചോണ്ടിരിക്കത്തേ ഉള്ളേ. പോവാ, വണ്ടി എടു. നീ വാ, പോവാ. കേറ് കേറ് കേറ്. എടാ, ഒരു കാമുകന് രണ്ടാമതായി വേണ്ട എന്താണെന്ന് അറിയാമോ? എന്താ? ധൈര്യം. അപ്പൊ ആദ്യം വേണ്ടത് നിനക്ക് ഉണ്ടടാ. അതുകൊണ്ടാണല്ലോ വെളുപ്പിനെ പല്ല് പോലും തേക്കാതെ ഇവിടെ ഒന്ന് പോസ്റ്റ് ആവണത്. ഓ, എന്ന് ഞാനുണ്ട്. ലേറ്റ് ആയില്ലേ? നല്ല തിരക്കായിരുന്നു. ഒരുവിധം ഓടിപ്പിടിച്ചാ ഇങ്ങനെ എത്തിയത്. ഇന്നലെ എന്തോ പറ്റി സിസ്റ്ററെ? ഇന്നലെ ഒന്നുമില്ല. ഞാൻ ചോദിച്ച ബുദ്ധിമുട്ടായോ? ഞാൻ കാണാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഏയ്, ഇന്നോടെ കണ്ടില്ലെങ്കിൽ ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു. ഇന്നിവിടെ ഞാൻ ലീവ് എടുക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ വിട്ടു. എന്തേലും വയ്യായ്ക ഉണ്ടായിരുന്നെങ്കിൽ ലീവ് എടുത്തുകൂടായിരുന്നു. വല്ലായ്ക ശരീരത്തിനല്ല, മനസ്സിനാ. മോള് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോ എന്നൊക്കെ തോന്നി. ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കേട്ട് മതിയായി. സിസ്റ്റർ ഇങ്ങനെ വിഷമിക്കാതെ. മോള് അവൾക്ക് ഏതായാലും അമ്മയുടെ സ്നേഹം കാണാതെ ഒന്നും ഇരിക്കത്തില്ല. പിന്നെ എന്തേലും ദേഷ്യമൊക്കെ വരുമ്പോൾ പിള്ളേർ ഇങ്ങനെയൊക്കെ എന്തേലും പറയും. സിസ്റ്റർ അത് വലിയ കാര്യമാക്കണ്ടെന്നേ. ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാ വളർത്തിയത്. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ സിസ്റ്റർ അത് വിട്, അതിങ്ങനെ ഓർത്തോണ്ടിരിക്കാതെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, നേരാണോന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് കാര്യം? ഈ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ പോവാണെന്ന് വിനോദ് പറഞ്ഞ്. നമുക്കറിയത്തില്ല എത്രമാത്രം നേരാണെന്ന്. അത് ശരിയാ. മെനിഞ്ഞാന്ന് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി. ആണോ? അയ്യോ, അപ്പോ ഇനി നോക്കണം. 2 മാസം സമയമുണ്ട്. ഉണ്ണാൻ നേരത്തെ തന്നെ വിളിക്കണം. ഞാൻ വിളിക്കാം സിസ്റ്റർ. അതെ, തലയിൽ എന്തോ ഇരിക്കും. ഇപ്പുറത്തെ സൈഡ് ഞാൻ എടുത്തു തരാം. ഒരു പൂവിൻ്റെ ഏതല്ല. പുഷ്പരാജ, ഷീജയും മോളും വന്നില്ലേ? ഇല്ല മുമ്മേ, ഞാനൊറ്റയ്ക്കാ. ഞാനിവിടെ അടുത്തൊരു ചാണകുഴി ലേലത്തിന് പിടിച്ചിരുന്നു. അതിൻ്റെ കാര്യത്തിന് വന്നാ. ഞാൻ വരുന്ന വഴിക്കൊരു ആക്സിഡന്റ് പറ്റി. എന്റെ ദൈവമേ, എന്താ പറ്റിയേ? അത് അമ്മൂമ്മ, പട്ടികളായ കുറച്ച് ബോധം വേണ്ടേ? ഒരു ബോധമില്ലാത്ത പട്ടി എൻ്റെ ബൈക്കിന് കുറുകെ ചാടി. ഞാൻ എൻ്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ബൈക്കാ. എന്റെ ദൈവമേ. ബൈക്ക് ഞാനും കൂടെ തെക്ക് കൊടുക്കാണ് തിരിച്ചു വീണത്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അച്ഛൻ്റെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു. ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു. വേറൊന്നും പറ്റിയില്ല. മോൻ എന്തെങ്കിലും പറ്റിയോ? അതല്ലേ ഭാഗ്യം. എനിക്കൊന്നും പറ്റിയില്ല. 1-2 എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. വേറൊന്നും പറ്റിയില്ല. എക്സ്റേ എടുത്ത് നോക്കണം. അമ്മേ, മനുഷ്യന്റെ അണ്ടകളാകും വരെ വേദനിക്കുന്നു.
എന്നിട്ടെന്താ ആശുപത്രി പോവാഞ്ഞേ? അതല്ലേ രസം. ആശുപത്രി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനിന്ന് പേഴ്സ് എടുത്തില്ലെന്ന്. എൻ്റെ ഒരു കാര്യം. അമ്മൂമ്മ കാശ് വല്ല ഇരിപ്പുണ്ടാ? കാശ് കുറച്ച് മതി. എത്രയാ വേണ്ടേ? ഒരു ആശുപത്രി ചെലവിനൊരു 5000 രൂപ മതിയാവും. വീട്ടിലെത്തിയ ഉടനെ ഞാൻ കൊടുത്തയച്ചേക്കാം. അത്രയും ഉണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. എന്നാ പിടിച്ചിട്ടതൊരു പട്ടിയായി പോയി. അല്ലെങ്കിൽ കുത്തിരി പിടിച്ചാൽ നഷ്ടപരിഹാരം വാങ്ങിയത്. അയ്യോ എന്തൊരു വേദന. ഞാൻ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ മോനെ. ആ പിന്നെ അമ്മൂമ്മ ഉം. ഈ കാര്യം അച്ഛനോടും ഷീജോടും പറയണ്ട, അവർ വിഷമിക്കും. അതാ. ഉം. Two bulbs A and B marked as A 60 watt 220 volt and B 100 watt 220 volt are connected in parallel to a 220 volt source. Which of these will glow brighter? സർ സർ ക്ലാസ് കിടക്കുന്നത് ഇവിടെയാണ്, പുറകിലല്ല. എന്തുവാ? ബസ് താമസിച്ചു. ബസ്സിന്റെ കംപ്ലൈന്റ് വരേണ്ട സ്ഥലം ഇതല്ല. ഇത് പ്രകാശ് സാറിന്റെ ഫിസിക്സ് ക്ലാസ് ആണ്. സർ സത്യമായിട്ടും താമസിച്ചു സർ. താനൊന്നും പഠിക്കാനല്ല വരുന്നത്, അതുകൊണ്ട് താൻ ക്ലാസ്സിൽ കയറുകയും വേണ്ട. പോവാൻ നോക്ക്. സർ പ്ലീസ് സർ. എന്ത് പ്ലീസ്? തനിക്കൊക്കെ തോന്നുമ്പോൾ കയറാൻ ഇത് തന്റെ തണ്ടർന്ന ക്ലാസ്സൊന്നുമല്ല. താനെന്ന് ക്ലാസ്സിൽ കയറണ്ട, തന്നെ പഠിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ല. സർ താൻ ഇനി ഇവിടെ നിന്നാ തന്നെ ഞാൻ തല്ലി ഇറക്കും. പോ ദോ പോവാൻ. ചെയ്തു കഴിഞ്ഞോ? എഴുന്നേറ്റ്. താനെന്താ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് എഴുതാൻ വരാത്തെ? സുഖമില്ലായിരുന്നു സർ. സുഖമില്ലായിരുന്നു. ടെസ്റ്റ് പേപ്പറിൻ്റെ അന്ന് തന്നെ എനിക്ക് വയ്യാണ്ടായി ഇല്ലേ? തനിക്കെന്താ ചെവിയാക്കത്തില്ലേ? വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്, കൃത്യം 4 മണിക്ക് വന്ന് എഴുതിയിട്ട് പോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? ആ ഇരി. വിനോദ് വരാൻ വൈകുന്നാ പറഞ്ഞത്. നമുക്കങ്ങ് കഴിച്ചു തുടങ്ങാം. ആ സിസ്റ്ററെ, ഇതെന്താ ഡയറ്റാണോ അതോ സമയം കിട്ടിയില്ലേ? സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ചപ്പാത്തി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് ശരിയാ. എന്നാലേ സിസ്റ്റർ ഇതങ്ങ് കഴിച്ചോ. കഴിച്ചോ, നമുക്ക് ഷെയർ ചെയ്യാം. മൊത്തം കഴിച്ചോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറ. ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. എല്ലാം കഴിച്ചോ. ആ നിങ്ങൾ കഴിച്ചു തുടങ്ങിയ? വാടാ, ഞങ്ങളിപ്പോൾ തുടങ്ങിയുള്ളൂ. ഇരിക്ക്. ഒന്നും പറയണ്ട ആശാനെ, രാവിലെ തൊട്ട് നിലത്ത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആ 14 പേഷ്യന്റിന് ഇനിമ കൊടുക്കണം. ഞാൻ വൃത്തിയേടാക്കിയത് മൊത്തം വൃത്തിയാക്കി. സിസ്റ്റർ കഴിച്ചോ? അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇതെന്തൊരു ചപ്പാത്തി? എനിക്ക് വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, കൂടുന്നുണ്ട്. അപ്പോൾ ആഹാരമൊക്കെ ഒന്ന് കുറച്ച്.
ഇറച്ചി മീനൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കി പച്ചക്കറിയിലേക്ക് പോകാനാണ് തീരുമാനം. പച്ചക്കറി മാത്രം ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ എരുമ, പശു, ആന അതൊക്കെ പക്കാ വെയിറ്റ് എറിയുന്നില്ല, എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എടാ, ആഹാരം കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വലുപ്പിന് 2 റൗണ്ട് ഓടുവോ, കുറെ അരമണിക്കൂർ നീന്തുവോ ഒക്കെ ചെയ്യണം. അപ്പോൾ നെയ്യും കൊഴുപ്പൊക്കെ മാറി നല്ല മമ്മൂട്ടി പോലെ സുന്ദരനാവും. ഇതൊക്കെ ചുമ്മാ പറയണ ആശാന്. അങ്ങനെയാണെങ്കിൽ ഈ തിമിംഗല കടലിൽ കിടക്കണത് അതെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് അത് മെലിഞ്ഞിട്ടാണ്. അത് ഈ തിമിംഗലം മെലിഞ്ഞാണ് നെത്തോലിയായിട്ട് മാറുന്നത്. ചുമ്മാ ചുമ്മാ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ പറയണത്. നീ ഒന്ന് ട്രൈ ചേട്ടാ ഒന്ന് വന്നേ, അമ്പിളി വരണേ, പെട്ടെന്ന് വേണം. എന്ത് പറ്റി? 23 പേഷ്യന്റ് വയലന്റാ, പിടിച്ചിട്ടാണേ നിക്കുന്നില്ല, ഭയങ്കര ബഹളം. പെട്ടെന്ന് വാ, വന്നിട്ട് കഴിക്കാം. വാ, പെട്ടെന്ന് വാ. അല്ല നീ കഴിച്ചോ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. സിസ്റ്റർ വാ. മീന് മക്കളെ മാറി മാറി. എന്റെ മോനെ ഒന്നുമില്ല. ഒന്നുമില്ലടാ. വന്നേ ചില്ലി മക്കളെ വന്നേ. പെട്ടെന്നാവട്ടെ, ഇതെങ്ങനെ നമുക്ക് പോകാൻ പ്രാക്ടീസ് ചെയ്തേടാ. ഇവിടെ എത്തുമ്പോൾ ശരിയാണ് ശരിയാണ്. ആ ഇവിടെ എത്തുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇതെന്തുവാ മഹീൽ മഹാ? എന്തടി എല്ലാവരും ഉണ്ടല്ലോ. ആ അത് മധുവൊഴുക്കും പേരാണ്. റീനെ നോക്കാരാ നോക്കല്ലേ. അല്ല ഈ വായി നോക്കി എങ്ങനെ അറിഞ്ഞ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുവാന്ന്? എനിക്കറിഞ്ഞൂടാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ലോകത്തോൽവി ഉണ്ടല്ലോ. ഓഹോ, നോക്കരുതെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ലേ? ഞാൻ നോക്കിയൊന്നുമില്ല, കണ്ണൊന്നും പിടിച്ചപ്പോ കണ്ടതാ. അതെ, അവൻ നിന്നെ ഇന്ന് എന്തായാലും പ്രപ്പോസ് ചെയ്യും. നീ നോക്കിക്കോ. നീ കട്ടയ്ക്ക് റിജക്ട് ചെയ്തോ. അല്ല പിന്നെ പഠിക്കാൻ വന്നാ പഠിച്ചിട്ട് പോണം. പറയുന്ന ആള് കൊള്ളാം. പ്രേമരോഗത്തിനെ ദിവസവും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളാ. ഒന്ന് പോടി. അതെ, അവനെ പിടിച്ച് നിർത്തിയിട്ട് അവന്റെ ചെപ്പ കുറ്റി നോക്കി 2 പൊട്ടിച്ചിട്ട് പറഞ്ഞാലോ ഇനി മേലാൻ എന്റെ പുറകെ നടക്കില്ലെന്ന്. ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ, ഞാൻ വേണ്ടണം. പോയി സംസാരിക്കേ, അവസരം കളയാതെ. എടീ, ചുമ്മാ പറയാ, നിക്കടി. തനിക്ക് സംസ്കൃതം നല്ല വശമുണ്ടല്ലേ? സംസ്കൃതം വദനം രുചിരം ഹൃദയാന്തഹരം, മാതകഹാസം മാധവമാസം, മൗനാചരണം മദീനി സുമുഖി, അണയു സഖിനി കുവളയ നയനെ. ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മേ, എനിക്കറിയില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ആ ബെസ്റ്റ്. ഇതിന്ന് രാവിലെ തൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ തന്നിട്ട് ഓടിക്കളഞ്ഞ. ഇതാരാ എഴുതിയേ? ഇത് എഴുതിയത് യൂസഫ് അലി സാർ. പുള്ളിക്കാരൻ കാണുന്ന പോലെ ഒന്നല്ലേ? അറിയോ സാറിനെ? ആ മറ്റേ ടി വിയിലൊക്കെ കാണുന്ന ലുലുമോളുടെ ഓണർ അല്ലേ, ദുബായിലുള്ള? അയ്യോ അതല്ല, അതല്ലേ, ഇത് യൂസഫ് അലി കച്ചേരി സാർ. ആ അതൊക്കെ പോട്ടെ. ഇതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ പിന്നെ പറയാം. ആ ബെസ്റ്റ്. നല്ലൊരു ലവ് സോങ് കിട്ടിയപ്പം വെച്ചങ്ങ് കാച്ചിയല്ലേ? എന്താണെങ്കിലും എനിക്കിഷ്ടായി. വൈകിട്ട് ഫ്രീ ആണോ? എടീ, അവര് തമ്മിൽ സെറ്റായോ? നമുക്ക് അവളെ വിളിച്ചോണ്ട് പോയാലോ? നമുക്കോ പറ്റുന്നില്ല. അല്ല എനിക്കോ പറ്റുന്നില്ല. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. എന്ന് വെച്ചാ എനിക്ക് ആരോ ഉണ്ടെന്നല്ലേ? ഒന്ന് പോടി. താനെന്നെ ഇടയ്ക്ക് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ആണോ? ഇത് എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. പോവാണോ? പ്രാക്ടീസ് ആണോ? പിന്നല്ലാതെ. ബൈ. ആ സിസ്റ്ററെ, അമ്മൂമ്മയുടെ അടിയന്തരത്തിന് നമ്മളൊന്നും വിളിച്ചില്ല കേട്ടാ. അതിന് അപ്പൊ പിന്നെ എന്തെങ്കിലും വിളിക്കണേ. പോടെ ചേർക്കാം. ഓക്കെ, ഒരാവശ്യമില്ല. സിസ്റ്റർ, ഹലോ. 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ. ചെറിയൊരു പനിയുണ്ട്. എന്നിട്ട്
ഡോക്ടറെ കാണിച്ചില്ലേ? ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം സിസ്റ്ററെ, വെച്ചോണ്ടിരിക്കല്ലേ. ഇപ്പം ചെറിയ ആശ്വാസമുണ്ട്. ശരി ശരി, ഞങ്ങൾ വൈകിട്ട് ഞാനും വിനോദും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. വിനോദ ശരി. വിനോദേ, ഓ നമുക്ക് വൈകിട്ട് അമ്പിളി സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണേ. അടുത്താണോ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും ആശാനെ? വിനോദേ ചുമ്മാ 10 കിലോമീറ്റർ ശരിയാണ്. 100 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ, 1000 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 10 കിലോമീറ്റർ. ഡോക്ടറെ, എനിക്ക് ഇവരെ കൂടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ലോജിക് ഇല്ലാത്ത ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഇവരെ കൂടെ എങ്ങനെ ജീവിക്കും? ഇതെൻ്റെ അച്ഛൻ, ലോജിക് എന്തെന്ന് പോലും അറിഞ്ഞൂടാ. ഇതിൻ്റെ അപ്പുറമാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛനിട്ട പേരെന്തരാണെന്ന് അറിയാമോ? ഇല്ല, പറയൂ. ത്രിവിക്രമൻ. ഇത് ത്രിവിക്രമൻ. 1 വിക്രമനും 2 വിക്രമനും എവിടെയാണെന്ന് ഞാൻ വീട് ഫുള്ള് അരിച്ചു പറയും. ഞാൻ കണ്ടില്ല ഒരു തന്നെ. ഓ ശരി ശരി, മനസ്സിലായി. രാമാർജിന് ഇപ്പൊ എത്ര വയസ്സായി? എൻ്റെ മനസ്സിൻ്റെ ആണോ ശരീരത്തിൻ്റെ ആണോ? രണ്ടും പറഞ്ഞോ. മനസ്സിന് 15, ശരീരത്തിന് 20. എത്ര വയസ്സായി? 24. റോങ്. അത് റോങ് ആണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള സമയം കൂട്ടാൻ പാടില്ല. ഉറക്കമെന്ന് പറയണത് മരണതുല്യമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ കാര്യം പറയട്ടെ. ആ സമയം കൂട്ടാൻ പാടില്ല. അത് കൂട്ടിയാൽ കണക്ക് തെറ്റും. കണക്ക് തെറ്റിയാൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം വരെ തെറ്റും. അതറിയാലോ? കറക്റ്റ്. കണ്ടുപടി. ഡോക്ടറിന് കാര്യം മനസ്സിലായി. ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നാടാ. ഇനി കുറച്ച് നേരം രാമാർജി സംസാരിക്കണം. അച്ഛൻ സംസാരിക്കട്ടെ. ഉറക്കം എങ്ങനെയൊക്കെ ഉണ്ട് ഡോക്ടറെ? ഉറക്കം കുറവാണ്, മാത്രമല്ല ഭയങ്കര സംസാരവും. ആശാനെ, അച്ഛൻ്റെ അടുത്തൊന്ന് പറ ആശാനെ, ആ ലോജിക്കിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യേ. ഞാൻ പറഞ്ഞറിയാൻ എൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി. രാമാർജിന്റെ ഫയൽ ഓപ്പൺ ആണ്. ഇതവിടെ വെച്ചിട്ട് അതും കൂടെ എടുക്കും. അച്ഛൻ സാഡായിട്ടിരിക്കുന്നു. ഫീലായ അച്ഛൻ ലോജിക്കലി തിങ്ക് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ അച്ഛനുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛൻ്റെ എല്ലാ അസുഖം മാറും. ഈ ഡോക്ടർ ആൾ മിടുക്കനാവും. ഹലോ ഹലോ, എന്താ മോളെ? അച്ഛാ, ഞാൻ മോനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോയിരുന്നു. അച്ഛാ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതാ അപ്പൊ വിളിക്കാൻ പറ്റാത്തതേ. മോളെ, പിന്നെ നീ നമ്മുടെ രാജീവനെ അറിയോ? നമ്മുടെ സുശീലും മാമയുടെ മോൻ. അവന്റെ അളിയും പോലീസിലാ. ഞാൻ പുഷ്പരാജന്റെ കാര്യം അവനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, അവര് കണ്ടുപിടിച്ചോളൂ.
അച്ഛാ പുഷ്പേട്ടൻ വന്നച്ചാ, ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എപ്പോ വന്നു? രാവിലെ വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന്. ഇവൻ എവിടെ പോയിരുന്നു? അച്ഛാ ഞാൻ വിളിക്കാമേ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിക്കോട്ടെ, മോൻ ഒറ്റയ്ക്കാ. ശരി. അംബുലൻസ് ഇനിയിപ്പോ കുറച്ചാളും കൂടെ അല്ലേ ഉള്ളൂ. സിസ്റ്റർ വേറെ ജോലി നോക്കാൻ തുടങ്ങിയോ? നോക്കണം. സിസ്റ്ററിന് ജോലി കിട്ടും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. വീട്ടില് ആരും സംസാരിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്താൽ ഡിസ്റ്റർബൻസ് ആവോ? അതിനെന്താ, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. വിളിക്കണം. രാജി സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം കഴിയാറായി. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങാം. ഞാൻ 2 ദിവസമായിട്ടൊരു സാധനം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ? എനിക്കാണോ? തുറന്നോക്ക്. അയ്യോ, എന്തിനാ സിസ്റ്റർ ഇതൊക്കെ? വെച്ചോക്ക്. കൊള്ളാമോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഇറങ്ങാം. ആ. എടാ രവി, എന്താ അമ്മേ? റീന മോള് കുറച്ച് ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നേ ഇല്ല. അവളുടെ ചിരിയും കളിയും ഒന്നും കാണാനേ ഇല്ല. നീ ശ്രദ്ധിച്ചായിരുന്നോ? അമ്മ, അത് അവള് ഈ പരീക്ഷയുടെ സമയത്ത് സ്ഥിരം ഉള്ളതല്ലേ. ഊണുമില്ല, ഉറക്കവും ഇല്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അമ്മ അത് കാര്യമാക്കണ്ട. ഇന്ന് അവളുടെ സ്കൂളിൽ മോഡൽ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് പോലും പോയിട്ടില്ല. ഒരേ കിടപ്പായിരുന്നു. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയാവോ? നീ ഒന്ന് ചോദിച്ചേ. മോളെ,
ഈ സമയത്ത് എന്തിനാ കിടക്കുന്നേ? മോളൊന്ന് എഴുന്നേറ്റേ. ഇങ്ങനെ നീ ഒന്ന് കിടക്കല്ലേ. എഴുന്നേറ്റേ. അച്ഛൻ വിളിക്കുന്നതല്ലേ, ഒന്ന് എഴുന്നേൽക്ക്. ആ എന്താ മൂക്ക് പറ്റിയ? പനിയൊന്നുമില്ലല്ലോ. ഡോക്ടറെ വല്ലതും കാണണോ? ആ എന്താ എക്സാം എഴുതാൻ പോവാത്തെ? അമ്മ ഒരു ചായ എടുക്ക്. മോളെ, കയ്യിലേക്ക് എന്താ പാട്? മോക്കെന്താ പറ്റിയത്? അച്ഛൻ്റെ അടുത്ത് പറ. മോളെന്തിനാ കരയുന്നേ? മോളെ, നീ ചായ കുടിക്ക്. രവി, മോൾ എന്തിനെങ്ങനെ കരയുന്നേ? അവൾക്ക് എന്ത് പറ്റിയതാ? ഒന്നുമില്ലമ്മ, അവള് പരീക്ഷയുടെ ഒക്കെ കാര്യം ഓർത്ത് പേടിച്ച. അമ്മൂമ്മയുടെ പൊന്നു മോള് വിഷമിക്കണ്ട. മോളെ മിടുക്കിയല്ലേ. ഇങ്ങനെ അങ്ങ് ഭയന്നാലോ?